അത് ഞാൻ SIT-യോട് പറയണം. ഞാൻ പറഞ്ഞു ഇനി അവർ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാനുള്ളതാണ്. എനിക്കറിയില്ല എന്താണ്, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡി മണിയായിട്ട് ബന്ധമില്ല, പക്ഷേ ഞാൻ ചില സൂചനകൾ നൽകിയത് പരിശോധിച്ചാൽ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകുന്നതാണ്. അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വേണേൽ കോടതിയിൽ തന്നെ 164 കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. വിദേശ വ്യവസായി അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ SIT-യുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പോലീസ് അസോസിയേഷനിൽ ഇവരുമായി ബന്ധമുള്ള 2 പേരെ നിയമനം തടഞ്ഞു വെച്ചിരുന്നു. അത് ആ നിയമനം വീണ്ടും നടത്തി. അപ്പോൾ CPM-മാരുടെ ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇപ്പോഴും SIT-യുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ SIT-ക്ക് കൈമാറി. SIT പ്രവാസി വ്യവസായിയെ വിളിച്ച് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് എന്നോട് പറയുന്നത്. അല്ല, അദ്ദേഹം എൻ്റെ ആരോപണം അല്ലല്ലോ ഇത്. എന്നോടൊരു നിങ്ങളത് മനസ്സിലാക്കണം. എന്നോടൊരു വ്യക്തി പ്രവാസി വ്യവസായി വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സാറേ, എനിക്കിത് വെളിയിൽ പറയാൻ പേടിയാണ്, അതുകൊണ്ട് സാർ ഇതെന്തെങ്കിലും ചെയ്യണം. ഞാൻ SIT-യെ എടുക്കൽ കത്തെഴുതി. SIT പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. അയാളുടെ നമ്പരും കൊടുത്തു, പേരും കൊടുത്തു. അവർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അദ്ദേഹം ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുകയാണ്. ഡി മണിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, അദ്ദേഹമായിട്ട് ബന്ധമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ സംഭവം ഗുരുതരമാണ്, ഇത് അന്വേഷിച്ച് പോയാൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റുമോ. സ്വർണം കിട്ടിയിട്ടില്ല. ഇപ്പോഴേതായാലും കുറച്ച് ദിവസങ്ങളായി ചില സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഈ പോലീസ് അസോസിയേഷൻ്റെ 2 ഭാരവാഹികളെ, CPM-നോട് ബന്ധമുള്ള 2 ഭാരവാഹികളെ ഇതിൽ വെക്കാൻ നിർബന്ധം പിടിച്ചതോടുകൂടി SIT നിർബന്ധം പിടിച്ചെന്നാണ് അറിയുന്നത്. അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതോടുകൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. നേരത്തെ ഞങ്ങൾക്ക് അവരുടെ പ്രവർത്തനത്തിൽ സംതൃപ്തിയായി. ഞാനത് ചാനലിലൂടെയൊക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ 2 പേരെ CPM-മായി ബന്ധമുള്ള അവരുടെ അസോസിയേഷൻ്റെ 2 ആളുകളെ വെച്ചതോടുകൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. അപ്പം അതുകൊണ്ട് പ്രവാസി വ്യവസായി ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വാർത്ത കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ കോടതിയിൽ വേണേൽ 164 കൊടുക്കാമെന്ന്. അപ്പോൾ ഇത് അന്വേഷിക്കണമെങ്കിൽ വിശദമായ അന്വേഷണം ഇനിയും നടക്കട്ടെ. അതാണ് CBI മറ്റ് സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ള അന്തർദേശീയ തലത്തിൽ ബന്ധമുള്ളൊരു കേസായി ഇത് മാറുകയാണ്. അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം കൊണ്ട് വസ്തുതകൾ കൂടുതൽ പുറത്തു വരും. UDF 100 ആണെങ്കിൽ LDF 110 ആക്കി സീറ്റ്. ഇനിയിപ്പോൾ NDA 210 പറയുമെന്ന് എൻ്റെ സംശയം. ഏതായാലും അതൊന്നും അർത്ഥമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഒരു നാടകവും കളിക്കേണ്ട. ജനങ്ങൾക്കറിയാം UDF അധികാരത്തിൽ വരാൻ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു മനസ്സോടെ UDF അധികാരത്തിൽ വരും. അതിന് ഒരുമിച്ച് പോകും. 13-14 തീയതികളിൽ വരും. അതിനെന്താ തെറ്റ്? ഞങ്ങളൊക്കെ കാണുന്നല്ലേ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അവരോട് സംസാരിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. ഞാനുമായി സംസാരിച്ചിരുന്ന ഈ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ്. അവിടെ സെനറ്റ് നടക്കുകയാണ്. അവിടെ അവരെ കണ്ടതിൽ എന്താ തെറ്റ്? ഞാനും ഒരു രഹസ്യവുമില്ല. ഞാനും ഉമ്മൻചാണ്ടി ഇതിനു മുമ്പും ഞങ്ങൾ അവരെ ഇതുപോലെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിന് തെറ്റുമില്ല.